പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനന്തപുരി ആഘോഷങ്ങൾക്കെല്ലാം നടുവിൽ വല്ലാത്ത വീർപ്പുമുട്ടലോടെ നിൽക്കുന്നുണ്ടായിരുന്നു നവ്യ. മുറ്റത്ത് വലിയ തൂണിൽ ഒരു പൂമാല ചുറ്റിയതിനിടയിൽ അവളിങ്ങനെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് നീളുന്നുണ്ടായിരുന്നു. നടക്കാൻ പോകുന്ന ആ ഒരു കല്യാണ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണം. തന്റെ അനിയത്തിയായ നന്ദുവിന്റെ ജീവിതം തകർത്തുകൊണ്ട് അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അനി മറ്റൊരാളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ഏതായാലും അനിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും, നവ്യ മനസ്സിൽ ഉറപ്പിച്ചു. കണ്ട വഞ്ചകിമാർക്കൊന്നും അവനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ അവൾക്ക് നേടിക്കൊടുക്കും. പെട്ടെന്നാണ് അവിടേക്ക് അഭി വന്നത്. മുഖത്തൊരു പുച്ഛച്ചിരിയോടെ അവൻ നവ്യയുടെ അടുത്തേക്ക് നടന്നു. എന്താ നവ്യ, നീ അവിടെ എന്ത് ചെയ്യുക? അഭി ചോദിച്ചു. നവ്യ അവനെ നോക്കി. എന്നിട്ട് ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു, അലങ്കാര പണികളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നോക്കുമായിരുന്നു ഞാന്. നന്നായിട്ടുണ്ടല്ലേ? അഭി ഒന്ന് ചിരിച്ചു. ആ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരു ചെറിയ എൻഗേജ്മെന്റിന് ഇത്രയൊക്കെ അലങ്കാരത്തിന്റെ ആവശ്യമുണ്ടോ? അത് കേട്ടതും നവ്യയുടെ മുഖം വലിഞ്ഞു മുറുകി. ചെറിയ എൻഗേജ്മെന്റോ? അതെ, അവന്റെ രണ്ടാമത്തെ കല്യാണമായിരിക്കും. പക്ഷേ എന്റെ അനിയത്തിയുടെ ആദ്യത്തെ കല്യാണമായത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് എനിക്കും നിർബന്ധമുണ്ട്. അവളുടെ വാക്കുകളിലെ ഒളിയമ്പ് അഭയെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല. അവൻ വീണ്ടും ഒന്ന് ചിരിച്ചു. എനിക്കാകെ ഒരു വിഷമമേ ഉള്ളൂ. എന്റെ ശത്രുവിന്റെ കുടുംബത്തിൽ നിന്നായാലോ എന്റെ പെങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ. പക്ഷേ പിന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ കുഴപ്പമൊന്നുമില്ല. ഈ മൂർത്തിച്ചുള്ളൊരു മൊത്തം നമ്മുടെ കൈവെള്ളക്കുള്ളിലാവാൻ പോവല്ലേ. അത് നമുക്ക് കൈവന്നു ചേരാൻ പോവല്ലേ. അതോർക്കുമ്പോൾ ഒരു സമാധാനം. അനിയിപ്പോ അവിടുത്തെ എംഡി ആണല്ലോ. ആ പൊസിഷനിൽ നിന്ന് അവനെ ആർക്കും മാറ്റാനും കഴിയില്ല. നവ്യ മനസ്സിലിങ്ങനെ തിളച്ചു മറിയുന്ന ദേഷ്യം അടക്കി പിടിച്ചു. ഇവൾ എന്തുകൊണ്ടാണ് അനിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്ന് ഇപ്പൊ വ്യക്തമായി. അവൾക്ക് അവനോടല്ല, അവന്റെ സ്ഥാനത്തോടും സ്വത്തിനോടുമാണ് താല്പര്യം. ഏതായാലും എന്റെ അനിയത്തി ഇപ്പോ ഇവരുടെ പക്ഷത്താ. അഭി തുടർന്നു. എന്ത് വേഷം കെട്ടാനും അവൾക്കൊരു മടിയുമില്ല. കാര്യം നേടാൻ വേണ്ടിയിട്ട് അവൾ അവരുടെ കാല് പിടിക്കാനും തയ്യാറാവും. അതൊന്നും ഇവിടുത്തെ വിഡ്ഢികൾക്ക് അറിയുന്നില്ലല്ലോ. ഏതായാലും ഈ കല്യാണം നല്ല ഗംഭീരമായി തന്നെ നടക്കണം, അത്രേ എനിക്കുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്നും നടന്നു. നവ്യ അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. നിന്റെ പെങ്ങൾ ആഗ്രഹിച്ച കല്യാണമൊന്നും ഒരിക്കലും നടക്കില്ലടാ. നീയും അവളും കൂടി ഈ അനന്തപുരിയെ മുഴുവനായിട്ട് പറ്റിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഈ നവ്യയുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ആ കല്യാണം ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതേ സമയം അനന്തപുരിയിലെ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ അനി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. തന്റെ മുന്നിൽ അൽമാറയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു എൻഗേജ്മെന്റ് ഡ്രസ്സ് അവൻ വെറുപ്പോടെ നോക്കി. ഓരോ നിമിഷവും ഓരോ യുഗമായി അവന് തോന്നി. ആ മുറിയിലെ കാറ്റിനു പോലും അവനെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ. എന്തിനാ ഈ ജീവിതം? അവൻ സ്വയം ചോദിച്ചു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവന്തികയാണ്. അവളെ കണ്ടപ്പോ അവന്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. അനിയേട്ടാ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. എന്താ നിന്റെ പ്രശ്നം? എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും ഒഴിവാക്കാൻ നോക്കുന്നത്? നാളെ നമ്മുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ താഴെ ഗംഭീരമായിട്ട് നടക്കുവാണ്. അനി പല്ലിറങ്ങി. അതിന് ഞാനിപ്പോ എന്ത് വേണം? അവന്തിക അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇതെന്റെ മാത്രം എൻഗേജ്മെന്റ് ഒന്നുമല്ല അനിയേട്ടാ, അനിയേട്ടന്റെ കൂടിയല്ലേ. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ, അനി പുച്ഛത്തോട് പറഞ്ഞു. നീ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? മതി, എനിക്ക് നീ പറയാൻ പോകുന്നതൊന്നും കേൾക്കണ്ട. അനിയേട്ടാ, എടി, ഒന്നുമില്ലെങ്കിലും എനിക്ക് നീയുമായിട്ടുള്ള ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ. അപ്പോഴെങ്കിലും നിനക്കൊന്ന് ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നോ? അനിയുടെ ശബ്ദത്തിൽ നിസ്സഹായതയും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നു. അവന്തികയുടെ മുഖം മാറി. അവൾ കുറച്ചുകൂടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, നവീനേട്ടനുമായിട്ട് എനിക്ക് ആ ഒരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അത് തെറ്റാണോ? അത് തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. എന്നെക്കാളും യോഗ്യന്മാരായ ചെറുക്കന്മാർ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവരൊക്കെ കെട്ടുന്നതിന് പകരം നീ എന്തിനാ എന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുന്നത്? നിനക്കറിയോ, നിന്നെ ഒരിക്കലും എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാൽ തന്നെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റും, അവന്തിക ഉറപ്പിച്ചു പറഞ്ഞു. എനിക്ക് അനിയേട്ടന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പക്ഷേ അനിയേട്ടൻ എന്നെ ഇഷ്ടമില്ലാത്തതിന് പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം. ആ നന്ദു അല്ലേ? അവൾ ഒരൊറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം. അത് കേട്ടപ്പോ അനിയുടെ നിയന്ത്രണം വിട്ടു. അതേടി, നന്ദു തന്നെയാ ഇതിനൊക്കെ കാരണം. എനിക്ക് എന്ത് മാറ്റം വന്നാലും അതിന്റെയൊക്കെ കാരണക്കാരി അവളാണെന്ന് നീ അങ്ങ് കരുതിക്കോ. അല്ല അനിയേട്ടാ, അനിയേട്ടന്റെ മനസ്സിൽ അവൾ ഉള്ളതുകൊണ്ടാ അനിയേട്ടൻ ഇപ്പോ ഈ ഒരു എൻഗേജ്മെന്റിന് തയ്യാറാവാത്തത്. അവളെ മനസ്സിൽ നിന്നും എടുത്തുകളാ, അപ്പോ എല്ലാ പ്രശ്നങ്ങളും ശരിയായിക്കോളൂ. ദേ, അനി അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മനുഷ്യന്റെ സമനില തെറ്റി നിൽക്കുക ഞാന്. ഇതിന്റെ ഇടയിലൂടെ ആവശ്യമില്ലാത്ത സംസാരമായിട്ട് വന്നാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടി പുറത്ത്, പോടി എന്റെ മുറിയിൽ നിന്ന്. അവൻ അവളെ പിടിച്ചു തള്ളി മുറിയിലേക്ക് പുറത്താക്കി. ആ സമയത്തന്നെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അവന്തികയെ അനി തള്ളുന്നത് കണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് ഓടിയെത്തി. അയ്യോ മോളെ, എന്തു പറ്റി? എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ദേവയാനി അവന്തികയെ താങ്ങി പിടിച്ചു. അവന്തിക കരച്ചിലിന്റെ വക്കീലെത്തിയിരുന്നു. ഏയ്, ഒന്നുമില്ല അമ്മായി.
ദേവയാനി ദേഷ്യത്തോടു കൂടി അനിയുടെ നേരെ തിരിഞ്ഞു. അനി, നീ ഇതെന്ത് സംഭാവിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വല്യമ്മേ, അനിക്കായി കൂപ്പി. വല്യമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. എനിക്ക് ഇഷ്ടമില്ലാത്തവർ എന്റെ മുറിയിലേക്ക് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ദേവയാനി ഒന്ന് നെടുവീർപ്പിട്ടു. ഓഹോ, അങ്ങനെയാണല്ലേ. മോള് താഴേക്ക് പോയിക്കോ. എനിക്ക് ഇവനോട് കുറച്ച് ചിലത് സംസാരിക്കാനുണ്ട്. അവന്തിക പതുക്കെ താഴേക്ക് നടക്കുമ്പോൾ പറഞ്ഞു. അമ്മായി അനിയേട്ടനെ വഴക്കൊന്നും പറയണ്ട. എന്നിട്ട് അവൾ അവിടെ നിന്നും മറഞ്ഞു. ദേവയാനി അനിയുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ നിന്റെ ഉദ്ദേശം? കണ്ടില്ലേ, ആ കുട്ടിക്ക് നിന്നോടുള്ള ഇഷ്ടം അതൊരു അംശമെങ്കിലും നിനക്ക് തിരിച്ചു കൊടുത്തുണ്ടോടെ? എന്താടാ നിന്റെ ഉദ്ദേശം? കണ്ടില്ലേ, ആ കുട്ടിക്ക് നിന്നോടുള്ള ഇഷ്ടം അതിലൊരു അംശമെങ്കിലും നിനക്ക് തിരിച്ചുണ്ടോടാ? ഇല്ല. അനി മുഖം തിരിച്ചു. എനിക്ക് അവൾക്ക് തിരിച്ച് ആ സ്നേഹം കൊടുക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന്. എടാ, അത് നിനക്ക് മനസ്സിലായില്ലേ? അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവളെ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹം, കള്ള സ്നേഹം. അനി പൊട്ടിത്തെറിച്ചു. അത് അവൾ അബിയുടെ അനിയത്തിയല്ലേ. അവളുടെ കള്ള സ്നേഹം നടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അനി, നീ എല്ലാവരെയും ആ കൂട്ടത്തിൽ കാണണ്ട. അബിയുടെയും ജലജയുടെയും സ്വഭാവമൊന്നുമല്ല അവന്തിക മോൾക്ക്. അനി ചിരിച്ചു. വേദന നിറഞ്ഞൊരു ചിരി. അത് നിങ്ങളൊക്കെ പറയും, പക്ഷെ ഞാൻ ഒരിക്കലും അത് പറയില്ല. ഇപ്പോ എത്രയൊക്കെ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞാലും അവൾ അയർലാൻഡിൽ പോകുന്നതിന് മുൻപ് അവളുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് വല്യമ്മയെന്ന് ആലോചിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും. ഇവൾ അബിയേക്കാൾ കഷ്ടമായിരുന്നു. ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റുമോ? അതൊന്നും ഇപ്പൊ നീ നോക്കണ്ട. മുത്തശ്ശനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചതാ. നിന്റെ വിവാഹം നടന്നിരിക്കും. അതുപോലെ ആയിരുന്നല്ലോ അനാമികയുടെയും. അനി വേദനയോടുകൂടെ പറഞ്ഞു. മുത്തശ്ശൻ പോയി ഒരു വാക്ക് കൊടുക്കുന്നു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എനിക്ക് കല്യാണം ആലോചിക്കുന്നു. മോനെ അനി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിങ്ങൾക്കൊക്കെ അത് കഴിഞ്ഞ കാര്യമായിരിക്കും വല്യമ്മേ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇതൊക്കെ എന്റെ ജീവിതമാണ്. അതിങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും കൂടി എന്റെ ജീവിതം തകർക്കുവാണ്. അനി കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. വല്യമ്മ വിചാരിച്ച ഈ കല്യാണം മുടക്കാം. എനിക്ക് വല്യമ്മയോട് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. പ്ലീസ് വല്യമ്മേ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്ക്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും എതിർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുക, അവസാനം ഈ കല്യാണത്തിന് എനിക്ക് കീഴടങ്ങേണ്ടി വന്ന അത് ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും. ദേവയാനി ആകെ ഞെട്ടിപ്പോയി. മോനെ അനി, ഞാൻ വെറുതെ പറയുന്നതല്ല വല്യമ്മേ. അവസാനം വേറൊരു വഴിയുമില്ലാതായി വരുമ്പോ ഞാൻ എന്റെ ജീവൻ എടുക്കും. അത്രയും പറഞ്ഞ് അനി മുറിയിൽ നിന്നും പുറത്തേക്ക് വേഗത്തിലങ്ങ് നടന്നുപോയി. ദേവയാനി അങ്ങ് തറഞ്ഞു നിന്നുപോയി. ഈശ്വര, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എന്റെ കുഞ്ഞിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ! ഇതേ സമയം ആദർശും നയനയും താമസിക്കുന്ന ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ദേവയാനി പരിഭ്രമത്തോടെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവിടെയുള്ള എലിസബത്താണ് വാതിൽ തുറന്നത്. ആ, ദേവയാനി ചേച്ചിയോ? വാ, അകത്തേക്ക് വാ, ഇരിക്ക്. ഞാൻ നയനമോളെ വിളിക്കാം, എലിസബത്ത് സന്തോഷത്തോടു കൂടെ പറഞ്ഞു. നയനമോളെ, ആദർശേ. നയനയും ആദർശും പുറത്തേക്ക് വന്നു. ആ, ഇതാരാ, അമ്മയോ? ആദർശ് ചോദിച്ചു. അമ്മ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? വിളിച്ചു പറഞ്ഞിട്ടേ എനിക്കിങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് വല്ലതുമുണ്ടോ? ദേവയാനി ചോദിച്ചു. അതൊന്നല്ല അമ്മേ, അമ്മ ഒറ്റക്ക് വന്നതുകൊണ്ട് ചോദിച്ചതാ. ദേവയാനി ഒന്ന് നെടുവീർപ്പിട്ടു. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. നിങ്ങളോട് രണ്ടുപേരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. നയനക്ക് ചെറിയ പേടി തോന്നി. എന്താ അമ്മേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അനി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല മോളെ. പക്ഷേ അനി എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ട സമയം തൊട്ട് എന്റെ നെഞ്ചിൽ ഒരു ആളലാണ്. ആദർശം മുന്നോട്ട് വന്നു. എന്താ അമ്മേ, എന്താ അവൻ പറഞ്ഞത്? അവൻ ഇന്ന് രാവിലെ അവന്തികമോളോട് മോശമായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഞാൻ അവനെ ഉപദേശിക്കാൻ ചെന്നതാ. സംസാരത്തിനിടയിൽ അവൻ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു. ഈ കല്യാണം അവൻ വേണ്ടാന്നാവൻ പറയുന്നത്. അവനൊട്ടും താല്പര്യമില്ലാതെ ഈ കല്യാണം നടത്തണോ? ഒരാളുടെ ഇഷ്ടം കൂടി നമ്മൾ പരിഗണിക്കേണ്ടേ? അമ്മേ, ആദർശ് ഇടക്ക് കയറി. അനാമികയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ദേവയാനി തുടർന്നു. അവസാന നിമിഷം വരെ അവൻ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടും നമ്മൾ എല്ലാവരും കൂടി അവന്റെ തലയിൽ അവളെ അങ്ങ് കെട്ടിവെക്കുമായിരുന്നു. വീണ്ടും അവൻ രണ്ടാമത്തെ വിവാഹത്തിനും അതേപടി തന്നെയാ പറയുന്നത്. എന്നിട്ടും നമ്മൾ അത് കാര്യമാക്കാതിരുന്നാൽ? അമ്മ ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? ആദർശ് ഗൗരവത്തോടെ ചോദിച്ചു. എനിക്കൊന്നും മറിഞ്ഞുവിടടാ മോനെ. ഈ കാര്യം പറഞ്ഞ് അച്ഛന്റെ അടുത്ത് ചെല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ടാ നിന്നോട് വന്ന് പറഞ്ഞത്. നിനക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ? അവൻ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോ ആദർശം നയനയൊന്നും ഞെട്ടി. നയന ആദർശിനെ നോക്കി. അമ്മേ, ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴും അനി എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനത് ആദർശേട്ടനോട് പറയുകയും ചെയ്തു. അപ്പോ നയനയോട് മാത്രമല്ലല്ലേ അവൻ പറഞ്ഞത്? അപ്പോ അവൻ സീരിയസ് ആയിട്ട് തന്നെയാ. മോനെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ജാനകിയോട് പോലും അത് പറയാനുള്ള ധൈര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ആദർശ് ഒന്നും മിണ്ടാതെ നിന്നു. നയന പറയുന്നുണ്ട്. പക്ഷേ അമ്മേ, ഞങ്ങൾക്ക് എന്ത് തീരുമാനമെടുക്കാനാ? മുത്തശ്ശനോട് ഈ ഒരു കാര്യം പറഞ്ഞാലും മുത്തശ്ശൻ അത് അത്ര കാര്യമാക്കില്ല. അമ്മക്കറിയില്ലേ, മുത്തശ്ശൻ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ പിന്നെ അത് പിൻവലിക്കില്ല എന്ന്. എനിക്കൊന്നും അറിയില്ല മക്കളെ. ദേവയാനി കണ്ണു തുടച്ചു. എന്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്ന് വിങ്ങി പൊട്ടുകയാണ്. നിങ്ങളോട് പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിനൊരാശ്വാസം.
അപ്പോഴേക്കും എലിസബത്ത് കാപ്പിയുമായി വന്നു. ദേവയാനി അത് നിരസിച്ചു. വേണ്ട, ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ എനിക്ക് ആഹാരമൊന്നും വേണ്ട. അവിടെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾ നടക്കുക, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ദേവയാനി പോയി കഴിഞ്ഞപ്പോ നയന ആദർശിനോട് ചോദിച്ചു, ആദർശേട്ടാ, നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് അനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല നയനെ, ആദർശ് നിസ്സഹായനായി പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു തീരുമാനമെടുത്താൽ അത് മുത്തശ്ശിനെ ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ അനന്തപുരിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇതിപ്പോ മുത്തശ്ശൻ നമ്മളെ ആരും അറിയാതെ ക്ഷണിച്ചിരിക്കുകയല്ലേ. ഏതായാലും കല്യാണമല്ലല്ലോ, വെറും ഒരു എൻഗേജ്മെന്റ് അല്ലേ. അവൻ എത്ര പെട്ടെന്നൊന്നും ഒരു ബുദ്ധിമോശം കാണിക്കില്ല. എനിക്ക് എന്റെ അനിയനെ അറിയാം. അനന്തപുരിയിലെ മറ്റൊരു മുറിയിൽ അവന്തിക വളരെ ശ്രദ്ധയോടുകൂടെ വാതിൽ ചാരിയിട്ട് തന്റെ അച്ഛനായ നാഗേന്ദ്രൻ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യായിരുന്നു. മേശപ്പുറത്ത് വിലപിടിപ്പുള്ള ഒരുപാടധികം ആഭരണങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അച്ഛാ, ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാവോ? അവൾ ഒരു നെക്ലസ് എടുത്തു കാണിച്ചുകൊണ്ട് ചോദിച്ചു. മറുതലക്കൽ നാഗേന്ദ്രൻ ചിരിച്ചു. സൂപ്പർ, എന്റെ മുറുക്ക് ഏതിട്ടാലും നല്ല ഭംഗിയല്ലേ. ഈ സമയത്താണ് നവ്യ അതുവഴി വരുന്നത്. ചാരിയ വാതിലിലൂടെ അവൾ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിന്നു. ഇല്ല, ഇയാൾ ആരാണ്? ഇയാൾ എന്തിനാ ഇയാളിങ്ങനെ വീഡിയോ കോൾ ഇവളെ ചെയ്യുന്നത്? നവ്യ സംശയത്തോട് നോക്കി നിന്നു. അച്ഛാ, ഈ സിമ്പിൾ നെക്ലസ് ഒക്കെ കൊള്ളാമല്ലേ? ജസ്റ്റ് എൻഗേജ്മെന്റ്, കല്യാണത്തിന് മുൻപ് കുറച്ച് ഹെവി ആക്കാം. അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ മോളെ, ഇതൊക്കെ നയനാസ് കളക്ഷൻസ് അല്ലേ, അതുകൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. ആരെങ്കിലും കാണും, നീ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി സംസാരിക്കണ്ട. ഏയ്, ഞാൻ ഡോർ നന്നായിട്ട് അടച്ചിട്ടുണ്ട് അച്ഛാ. നവ്യ എല്ലാം തന്നെ തന്റെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഹോ, അത് ശരി. അപ്പോ ഇതാണല്ലേ അച്ഛൻ? അപ്പോ ഇയാളെ പറഞ്ഞിട്ടായിരിക്കും ഇവിടെ ഈ ഒരു നാടകമൊക്കെ കളിച്ചത്. ഏതായാലും ഇതൊന്ന് വീഡിയോ എടുത്തു വെച്ചേക്കാം. ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലെങ്കിലോ? നവ്യ അതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതിൽ തന്നെ പെട്ടെന്ന് കാറ്റടിച്ച് വാതിലൊന്ന് പാളി. ആ ശബ്ദം കേട്ട് അവന്തിക പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആരാ അവിടെ? അവൾ തിരിഞ്ഞു നോക്കി. വാതിൽ ചാരിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. നവ്യ അപ്പോഴേക്കും അവിടെ നിന്നും ഓടി മാറി. അയ്യോ ഈശ്വര, വാതിലടക്കാൻ ഞാൻ മറന്നോ? ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ. അവന്തിക ഭയത്തോടെ മുറിക്ക് പുറത്തേക്ക് നോക്കി. പക്ഷേ ആരെയും കണ്ടില്ല. അവൾ പെട്ടെന്ന് നാഗേന്ദ്രനെ സാധാരണ കോളിൽ വിളിച്ചു. ഹലോ മോളെ, എന്താ എന്താ ഉണ്ടായത്? ആരെങ്കിലും വന്നോ? നാഗേന്ദ്രൻ ചോദിച്ചു. ആരും വന്നതല്ലച്ചാ, കാറ്റിന് ഡോർ അടച്ചതാ. ഞാൻ ഡോർ അടക്കാൻ മറന്നുപോയിരുന്നു. ആരും കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആരും കാണണ്ട, ആ ജലജ കണ്ടാ പോരെ? നാഗേന്ദ്രൻ ചിരിച്ചു. അതൊക്കെ പോട്ടെ. അല്ല, എന്താ എപ്പോഴും അനിയുടെ പ്രതികരണം? അവൻ നിന്നോട് നല്ല പോലെയാണോ നിൽക്കുന്നത്? നാഗേന്ദ്രൻ ചോദിച്ചു. എവിടെ അച്ഛാ, അവൻ ഇപ്പോഴും എന്നെ കടിച്ചു കീറാൻ വരുവാണ്. ആ നന്ദുവാണ് എല്ലാത്തിനും കാരണം. അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് അവന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവളെ തീർക്കേണ്ട സമയമായിരിക്കുന്നു അച്ഛാ. അവന്തികയുടെ ശബ്ദത്തിൽ പക നിറഞ്ഞു നിന്നു. മോളെ, അവളെ കൊന്നാ പിന്നെ ആരും അറിയാതെ രഹസ്യമായിട്ട് വേണം ചെയ്യാനേ. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നീ ആദ്യം ഈ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും നടത്താൻ നോക്ക്. പക്ഷെ അവൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ലല്ലോ അച്ഛാ. അതിന് നീ ഒരു കാര്യം ചെയ്യണം. നീ അനിയുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് പറയണം, ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ നീ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന്. അത് പറഞ്ഞ് അവനെ വിശ്വസിപ്പിക്കണം. എൻഗേജ്മെന്റ് കഴിയുന്നത് വരെ അവൻ അത്ര പ്രശ്നക്കാരനൊന്നും ആയിരിക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. നാഗേന്ദ്രന്റെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. നവ്യ വേഗം തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ തന്റെ കൂട്ടുകാരി നമിതയ്ക്ക് അയച്ചു കൊടുത്തു. നമിതേ, അവള് പെരുങ്കള്ളിയാണ്. നീ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ആദർശേട്ടന് അയച്ചു കൊടുക്കണം. ഒരു വോയിസ് നോട്ടും കൂടി ഇട്ടേക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇതേ സമയം ഗസ്റ്റ് ഹൗസിൽ ആദർശ നയനയും നിൽക്കുന്നിടത്തേക്കാണ് നന്ദു ഓടി വരുന്നത്. ആദർശേട്ട, കള്ളക്കടത്ത് സ്വർണം പോകുന്നതിന്റെ ഒരു ഇൻഫർമേഷൻ സേവ്യർ തന്നിട്ടുണ്ട്. ആ നാഗേന്ദ്രനിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. ആദർശിന്റെ മുഖത്ത് ദേഷ്യം ഇരിച്ചു കയറി. അവൻ എനിക്ക് ഇഞ്ചിഞ്ചായി ചതക്കാനുള്ള ദേഷ്യമുണ്ട്. അവൻ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? അപ്പോ നന്ദു നയനയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിക്ക് എന്തു പറ്റി? വല്ലാതെ വിഷമിക്കുവാണല്ലോ. നയന അനിയുടെ ആത്മഹത്യാ ഭീഷണിയെക്കുറിച്ച് നന്ദുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദുവിന്റെ നെഞ്ചൊന്ന് കാളി. പാഞ്ഞു വന്നിരുന്ന ട്രെയിനിന് മുന്നിൽ നിൽക്കുന്ന അനിയുടെ ചിത്രം അവളുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വന്നു. ആദർശേട്ടാ, നന്ദു വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ ചെയ്തിരിക്കും. അത് 100% ഉറപ്പാണ്. നീ എന്താ നന്ദു ഈ പറയുന്നത്? ആദർശ് അവിശ്വസനീയതയോട് ചോദിച്ചു. എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ആദർശേട്ടാ ഞാൻ പറയുന്നത്. അന്ന് അനിയെ കാണാതായപ്പോ ഞാൻ അവനെ എവിടെ നിന്ന് കണ്ടെത്തിയതെന്ന് അറിയാമോ? തീവണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റെയിൽവേ പാളത്തിൽ നിന്ന്. അന്ന് ഞാൻ അവനെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് വന്നതുകൊണ്ടാ ഇന്ന് നിങ്ങളൊക്കെ അവനെ ജീവനോടെ കാണുന്നത്. ആദർശ് ആകെ ഞെട്ടിപ്പോയി. നന്ദു, നീ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ എപ്പോഴാ നടന്നത്? എന്നിട്ട് നീ എന്താ ഇത് ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? അത് അന്ന് കഴിഞ്ഞുപോയ കാര്യമല്ലേ എന്ന് കരുതിയിട്ടാ. പക്ഷെ ഇപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്യും. 100% സത്യാണ്. അവൻ ആ ജീവിതം മടുത്തു കഴിഞ്ഞു ആദർശേട്ടാ. ആ നിമിഷം ആദർശിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു. പെട്ടെന്ന് തന്നെ നമിത അയച്ച മെസ്സേജ് ആയിരുന്നു അത്. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അനിയല്ലേ പ്രശ്നം. അവന്തികയെ കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനൊരു വിവാഹം നടത്താൻ തീരുമാനിച്ചത്? അവൾ എത്ര വലിയ ഫ്രോഡാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരുടെയും മുൻ വെച്ച് സ്നേഹം അഭിനയിച്ച് അവൾ പിന്നിലൂടെ മൂർത്തി ജ്വല്ലറിയെ കുത്തിവാഴ്ത്താൻ നോക്കുകയാണ്.
അതിന്റെ തെളിവായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അയച്ചിട്ടുണ്ട്. അവളുടെ അച്ഛൻ വഴിയാണ് അബിക്കിപ്പോ ആ ഒരു അയർലാൻഡുമായിട്ട് കണക്ഷൻ ഉണ്ടായത്. ആദർശ് വേഗം തന്നെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തു. അവന്തികയും നാഗേന്ദ്രനും തമ്മിലുള്ള ആ ഒരു വീഡിയോ കോൾ സംസാരം, ആ ഒരു സംഭാഷണം, അതൊക്കെ കേട്ട് ആദർശിന്റെ രക്തം നിലച്ചു. നയനെ, ഇത് നീ നോക്കിക്കേ, ഇവൾ നമ്മളെയൊക്കെ പറ്റിക്കുമായിരുന്നു. ആ നാഗേന്ദ്രന്റെ മകളാ ഇവൾ. സ്നേഹം നടിച്ച് അനന്തപുരിയിലുള്ളവരൊക്കെ വീഴ്ത്താൻ അവൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡിയ. ആദർശ് കോപം കൊണ്ട് ജ്വലിച്ചു. ആദർശേട്ടാ, നന്ദു ധൈര്യത്തോടെ പറഞ്ഞു, ഇനി ഒട്ടും സമയമില്ല. ആ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും തടയണം. ആ പെരുങ്കളിയുടെ കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൊളിച്ചെടുക്കണം. ആദർശേട്ടൻ അന്തസ്സായിട്ട് വേണം അനന്തപുരിയിലേക്ക് ഇനി കയറി ചെല്ലാൻ. അതെ, അവളുടെയും അവളുടെ അമ്മയുടെയും ഏട്ടന്റെയും അവസാനത്തെ ദിവസമായിരിക്കും ഇന്ന് അനന്തപുരിയിൽ. ആദർശ് ഉറച്ച കാൽവെപ്പോട് കൂടെ പുറത്തേക്ക് നടന്നു. കൂടെ നയനയും നന്ദുവും ഉണ്ടായിരുന്നു. അനന്തപുരിയിൽ അവന്തിക അനിയുടെ മുറിയിലേക്ക് ചെന്നു. അനി ഒരു വശത്തേക്ക് മാറി നിൽക്കുകയാണ്. അനിയേട്ടാ, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ, അവന്തിക വളരെ പാവമായി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അനിയേട്ടൻ എന്നെ ഒഴിവാക്കണ്ട, ഞാൻ അനിയേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിത്തരാം. പക്ഷേ ഇന്ന് എൻഗേജ്മെന്റ് ദിവസമായി പോയി. ഇത് ഞാൻ തടഞ്ഞ അത് മുത്തശ്ശനെ തടയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ അനിയേട്ടനോട് ഒന്ന് അപേക്ഷിക്കുവാണ്. ഈ എൻഗേജ്മെന്റിന്റെ സന്തോഷത്തോടു കൂടെ തന്നെ അനിയേട്ടൻ എന്റെ കൂടെ നിൽക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ അനിയേട്ടന്റെ തലയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിക്കോളാം. ഞാൻ പഠിക്കാൻ അയർലാൻഡിലേക്ക് പോവും. എനിക്ക് അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അനി അത്ഭുതത്തോടു കൂടെ അവളെ നോക്കി. നീ ഇപ്പൊ പറഞ്ഞത് സത്യമാണോ അവന്തികെ? സത്യമാണ് അനിയേട്ടാ. എൻഗേജ്മെന്റിനെങ്കിലും ഒന്ന് കൂടി തരണമെന്ന എന്റെ അഭ്യർത്ഥന. അവൾ അനിയുടെ കാലിലേക്ക് വീഴാനാഞ്ഞു. മാറി നിൽക്ക്. അനി പിന്മാറി. ഇത് നിന്റെ വല്ല കുറുക്കു വഴിയുമായിരിക്കുവോ? അല്ല അനിയേട്ടാ, ഞാൻ എന്നേക്കുമായി മാറിത്തരാം. ശരി, നീ എന്റെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു മാറിത്തരുമല്ലോ എന്ന് കരുതി മാത്രം ഞാൻ സമ്മതിക്കുന്നു, അനി പറഞ്ഞു. അവന്തിക പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എടി, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? അവന്തിക കുസൃതിയോടെ ഒന്ന് ചിരിച്ചു. അച്ഛൻ പറഞ്ഞു തന്ന ബുദ്ധിയാണ് അബിയേട്ടാ. എൻഗേജ്മെന്റ് നടക്കാൻ വേണ്ടിട്ട് അവനെ വിശ്വസിപ്പിച്ചതാ. കൊള്ളാം. അപ്പോ അവൻ എൻഗേജ്മെന്റ് നല്ലതുപോലെ കൂടുമല്ലേ? അബി സന്തോഷത്തോടെ ചോദിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മുത്തശ്ശനും മുത്തശ്ശിയും അതിഥികളും ബന്ധുക്കളും എല്ലാം തന്നെ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അനി വളരെ മനോഹരമായ എൻഗേജ്മെന്റ് ഡ്രസ്സിൽ അങ്ങ് താഴേക്ക് ഇറങ്ങി വന്നു. അവന്തികയും അണിഞ്ഞൊരുങ്ങി തന്നെ അങ്ങോട്ടേക്ക് എത്തി. പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടു. എന്നാ പിന്നെ നമുക്ക് ചടങ്ങങ്ങ് തുടങ്ങിയാലോ? പൂജാരി ചോദിച്ചു. മുത്തശ്ശൻ തല കുലുക്കി. എല്ലാവരും വട്ടം കൂടി നിന്നു. നവ്യയുടെ നെഞ്ചെടുപ്പ് കൂടി. ഈശ്വര, ഞാൻ ആദർശേട്ടന് വീഡിയോ അയച്ചു കൊടുത്തതാണല്ലോ, എന്നിട്ടും അവൻ എന്താ വരാത്തത്? മോതിരം കൈമാറിക്കോ മോനെ, പൂജാരി പെട്ടെന്ന് പറഞ്ഞു. അനി മോതിരം കയ്യിലെടുത്തു. അവന്റെ മനസ്സിൽ നന്ദുവിന്റെ മുഖം തെളിഞ്ഞു വന്നു. മെല്ലെ അവൻ ആ മോതിരം താഴേക്കിട്ടു. മനഃപൂർവ്വം സ്ലിപ്പായി താഴേക്ക് വീണതുപോലെ അവൻ അങ്ങ് അഭിനയിച്ചു. ഷോ, ഇതെന്താ ഇത്? ശ്രദ്ധിക്കേണ്ടേ? മുത്തശ്ശൻ ദേഷ്യപ്പെട്ടു. പൂജാരി മോതിരം എടുത്തുകൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞ ഇതിൽ പൊരുത്തമൊക്കെയുണ്ട്. പക്ഷേ ഈ ബന്ധം എത്രത്തോളം മുന്നോട്ടു പോകുമെന്നും പറയാൻ പറ്റില്ല. പ്രശ്നത്തിൽ അത് തെളിയുന്നില്ല. ഏതായാലും ഇപ്പൊ മോതിരം മാറ്റം നടക്കട്ടെ. അനി വീണ്ടും മോതിരം കയ്യിലെടുത്തു. അവന്തികയുടെ വിരലിലേക്ക് അത് അണിയാൻ പോകുന്ന ആ ഒരു നിമിഷം ഹാളിലെ വലിയ വാതിലുകൾ മലർത്തി അങ്ങ് തുറക്കപ്പെട്ടു. നിർത്ത്, ഈ എൻഗേജ്മെന്റ് നടക്കരുത്. സിംഹഗർജനം പോലെ ആ ശബ്ദം അവിടെ മുഴങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കി. ആദർശ്, കൂടെ നയനയും നന്ദുവും ഉണ്ടായിരുന്നു. ആദർശിന്റെ മുഖത്ത് ആളിക്കത്തുന്ന അഗ്നിയായിരുന്നു. അവൻ നേരെ മണ്ഡപത്തിലേക്ക് നടന്നു. നീ ആരാടാ ഈ എൻഗേജ്മെന്റ് നടത്തരുത് എന്ന് പറയാൻ? മുത്തശ്ശൻ അലറി. മുത്തശ്ശൻ എന്നോട് വെറുപ്പായിരിക്കും, പക്ഷെ എന്റെ അനിയനെ കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ആദർശ് ഉറക്കെ പറഞ്ഞു. ആദർശേട്ടൻ എന്താ ഈ പറയുന്നത്? അവന്തിക കരയാൻ തുടങ്ങി. നിർത്തടി നിന്റെ അഭിനയം, ആദർശ് വിരൽ ചൂണ്ടി. അഭിനയിച്ച് നീ ഈ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തുവല്ലേ? ഇവൾ പെരും കള്ളിയാണ് മുത്തശ്ശ. മുത്തശ്ശൻ ഞെട്ടലോടെ ആദർശിനെ നോക്കി. ആദർശ് തുടർന്നു. എൻ ജ്വല്ലറി, മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് തല കുത്തി വീഴാൻ നോക്കുന്ന എൻ ജ്വല്ലറി ആരുടേതാണെന്ന് മുത്തശ്ശൻ അറിയാമോ? അത് ഇവളുടെ അച്ഛൻ നാഗേന്ദ്രന്റേതാണ്. ഇവനും ഇവളുമൊക്കെ അറിഞ്ഞതുകൊണ്ടാ അവരുടെ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. മൂർത്തി ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ വേണ്ടി സ്നേഹം നടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതാ ഇവൾ, ഈ അവന്തിക. ദേ ആദർശേട്ടാ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവന്തിക ചൂടായി. ആദർശിന്റെ കൈ അവളുടെ കവിളില്. പെട്ടെന്ന് തന്നെ ആദർശങ്ങ് ദേഷ്യം വന്നിട്ട് അവന്തികയുടെ കർണക്കൂറ്റി നോക്കിയിട്ട് ഒരൊറ്റ നങ്ങ് പൊട്ടിച്ചു. അവന്തിക ആകെ പേടിച്ചു പോയി. നിർത്തടി, ഇനി നിന്റെ പൊഴുത്ത നാവ് കൊണ്ട് ഇവിടെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ജലജ മുന്നോട്ട് വന്നു. എന്താ ആദർശ ഇത്? നീ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഇതൊക്കെ പറയുന്നത്? കാണിച്ചു തരാം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദർശ് തന്റെ ഫോൺ എടുത്ത് ആ ഒരു വീഡിയോ അവിടെയുള്ള സ്ക്രീനിൽ അങ്ങ് പ്ലേ ചെയ്തു. അവന്തികയും നാഗേന്ദ്രനും തമ്മിലുള്ള ആ ഒരു രഹസ്യ സംഭാഷണം ആ ഹാള് മുഴുവൻ മുഴങ്ങി കേട്ടു. എല്ലാവരും ആകെ സ്തംഭിച്ചു നിന്നുപോയി. ജലജയുടെ മുഖമൊക്കെ വിളറി വെളുത്തു. അനിയുടെ മുഖത്ത് ആദ്യമായിട്ട് ഒരു പുഞ്ചിരി വിടർന്നു. അവൻ സ്നേഹത്തോടെ നന്ദുവിനെ നോക്കി. മുത്തശ്ശന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. അദ്ദേഹം വിറക്കുന്ന കൈകളോട് അവന്തികയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശന്റെ വകയും കനത്തൊരു അടി തന്നെ അവന്തികയുടെ മുഖത്ത് പതിച്ചു. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്, എന്തടി നോക്കി നിൽക്കുന്നത്? നിന്റെ അമ്മയും ആങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എവിടെ നിന്ന് പടിയിറങ്ങി പോയിക്കോളണം. 3 പേരും എവിടെ നിന്നും പടിയിറങ്ങണം. മുത്തശ്ശൻ അബിക്ക് നേരെ അലറി. അത് പിന്നെ മുത്തശ്ശ, അബി വിക്കി. ഇറങ്ങടാ, എവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ.
മുത്തശ്ശനും അനിയും ചേർന്ന് അവരെ അനന്തപുരിയുടെ പടിക്കങ്ങ് പുറത്താക്കി വലിച്ചെറിഞ്ഞു. ഇനി നിങ്ങളുടെ സ്ഥാനം പുറത്താണ്, അനന്തപുരിക്ക് അകത്തായിരിക്കില്ല. മുത്തശ്ശന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അയ്യോ അച്ഛാ, എന്താ ഇത്, എനിക്കൊന്നും അറിഞ്ഞൂടാ എന്നൊക്കെ ജലജ പറഞ്ഞു. ജലജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ വളർത്തി വഷളാക്കിയത് നീ അടി, അപ്പോ നീയും ഇതിനൊക്കെ അനുഭവിച്ചേ പറ്റൂ. ഇറങ്ങിപ്പോണം 3 പേരും. അവർ നാണക്കേടോടുകൂടെ അവിടെ നിന്നും നടന്നുപോയി. അനന്തപുരിയുടെ അകത്തളത്തിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി എല്ലാവർക്കും. അനി ഓടിച്ചെന്ന് ആദർശേട്ടനെ കെട്ടിപ്പിടിച്ചു. ആദർശിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശ. ആദർശ് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ ഇറങ്ങുക ഗസ്റ്റ് ഹൗസിലേക്ക്. ഇനി ഗസ്റ്റ് ഹൗസിലേക്കല്ല, നിങ്ങൾ ഇവിടെ നിൽക്ക്. മുത്തശ്ശൻ ആദർശിന്റെ തോളിൽ കൈവച്ചു. ഇവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ ഇവിടെയല്ലായിരുന്നോ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്? നീ എന്റെ കൊച്ചുമോനാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. ഇതൊരു പരീക്ഷണമായിരുന്നു, അതിൽ നീ വിജയിച്ചു. മുത്തശ്ശൻ ആദർശിനെ ഇറക്കിയങ്ങ് പുണർന്നു. അനന്തപുരിയിലെ ആ ഒരു പഴയ സന്തോഷവും സമാധാനവും അവിടെ വീണ്ടും പുനർജനിക്കുകയായിരുന്നു. നയനയുടെയും നന്ദുവിന്റെയും നവ്യയുടെയും മുഖത്ത് സന്തോഷത്തിന്റെ കണ്ണുനീർ തിളങ്ങി നിന്നു. ആ കുടുംബം പൂർണ്ണതയിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. മനസ്സുകളിലെ ഇരുട്ടുമാറി പ്രത്യാശയുടെ പ്രകാശം അവിടെ നിറഞ്ഞു നിന്നു. അന്ന് ആ വലിയ തറവാട്ടിൽ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതിയൊരു പ്രഭാതം ഉയരുകയായിരുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.